കാസർഗോഡ് പടന്നക്കാട് പോക്സോ കേസിൽ ഒന്നാം പ്രതി പി.എ. സലീമിന് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ. പ്രതിയെ മരണം വരെ തടവിൽ പാർപ്പിക്കാനും ഹൊസൂർ പോക്സോ അതിവേഗ കോടതി വിധിച്ചു. കോടതി വിധിയിൽ തൃപ്തരല്ലാത്തതിനാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. പെൺകുട്ടിയെ പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി തട്ടിക്കൊണ്ടുപോയി പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പോക്സോ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് ഹോസ്ദുർഗ് പോക്സോ അതിവേഗ കോടതി പ്രതികൾക്കെതിരെ ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി പി.എ. സലീമിനെതിരായ കുറ്റകൃത്യം സംശയാസ്പദമായി തെളിയിക്കപ്പെട്ടെന്നും പ്രതിയെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കുന്നെന്നും ജഡ്ജി P.M. സുരേഷ് വ്യക്തമാക്കി. മരണം വരെ പ്രതി തടവിൽ കഴിയണം, 2 ലക്ഷം രൂപ പിഴയൊടുക്കണം. രണ്ടാം പ്രതി സുഹൈബയ്ക്ക് കോടതി പിരിയും വരെ തടവ് ശിക്ഷയും 1000 രൂപ പിഴയുമാണ് വിധിച്ചത്. 60 സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ 117 രേഖകളും പരിശോധിച്ച ശേഷമാണ് കോടതി വിധി. വിധി പറയുന്നതിനിടെ കോടതി അന്വേഷണ സംഘത്തോട് പൂർണ്ണമായി സഹകരിച്ച നാട്ടുകാരെ അഭിനന്ദിച്ചു. എന്നാൽ വിധിയിൽ തൃപ്തനല്ലെന്നും പ്രതിക്ക് വധശിക്ഷ നൽകും വരെ പോരാടുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. ലീഗൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കുന്നുണ്ട്. വീണ്ടും പിന്നെ ഡെത്ത് കൊടുക്കണമെന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഞാൻ വീണ്ടും ഹൈക്കോടതിയിൽ ഞാൻ സമീപിക്കുന്നു. അപൂർവമായി പരിഗണിക്കാൻ പറ്റുന്ന ഒരു കേസായിരുന്നു. അത് എന്തുകൊണ്ടോ പരിഗണിച്ചില്ല കോടതി. പക്ഷേ അതിനുവേണ്ടി ഒരു അപ്പീൽ പ്രോസിക്യൂഷൻ പോകുമെന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത്. 2024 മെയ് 15 പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ P.എ. സലീം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതി ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു. 9 ദിവസത്തിനു ശേഷം ആന്ധ്രയിൽ നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.